ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഈവനിങ്ങിന് സ്നാക്സ് ആയിട്ട് ഞാനൊരു പിസ്സ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഹോം മെയ്ഡ് പിസ്സ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് ചുടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് പിന്നെ ഒരു സ്പൂൺ പഞ്ചസാരയും 1.5 ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് കൊടുക്കട്ടോ. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് കുറച്ച് സമയം വെക്കുക. പിന്നെ ഒരു പാത്രത്തിൽ ഒരു കപ്പ് മൈദപ്പൊടി എടുത്ത് അതിലേക്ക് ഉപ്പും 1.5 ടീസ്പൂൺ ഓയിലും പിന്നെ നമ്മൾ എടുത്ത് വെച്ച ഈ ഈസ്റ്റിൻ്റെ വെള്ളം എല്ലാതും കൂടി ഒഴിച്ചെടുത്തിട്ട് പാകത്തിന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ തടവിയിട്ട് ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അടച്ച് വെക്കുക. അപ്പോൾ ഈ ഡോ നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. അതൊന്നും കൂടി കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് പുകമേൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഞാൻ കൈകൊണ്ട് തന്നെ പരത്തിയെടുത്തേക്കാണ്. അത് ഞാൻ ഈ പിസ്സ ഫ്രൈ പാനിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഗ്യാസ് അടുപ്പിൽ ഡയറക്റ്റ് വെക്കില്ല. അതിൻ്റെ അടിയിൽ വേറൊരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ ഇട്ടോ ഞാൻ ഫ്രൈ പാൻ വെച്ചിട്ട് എന്നിട്ട് നല്ലോണം സ്റ്റിക്ക് കൊണ്ട് കുത്തി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിസ്സേൻ്റെ സോസ് പുരട്ടി കൊടുക്കുക. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സോസാണ് കേട്ടോ. അത് നല്ലോണം പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ തക്കാളി, പിന്നെ ചിക്കന് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഒക്കെ ഇട്ട് വറുത്തെടുത്ത് അത് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ കുറച്ചും കൂടി മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ചീസിൻ്റെ ഫ്ലേവർ നല്ലോണം ഇഷ്ടമുള്ളതാണെങ്കിൽ കുറച്ച് തോനെ ഇട്ട് കൊടുക്കുക കേട്ടോ. എനിക്ക് അത്ര തോനെ ഇടുന്നത് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചിട്ട് കൊടുത്തത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ പിസ്സ. ഇതൊരു 15 മിനിറ്റ് ചെറിയ തീയിലിട്ട് വേവിച്ചെടുത്താൽ മതി. 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് പോകണ്ട. നല്ല ടേസ്റ്റ്, കാണാനും ഭംഗിയുണ്ട്, കഴിക്കാനും ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ വൈകുന്നേരം ചായക്ക് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ ഓക്കേ, താങ്ക് യു.